ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത്. വൈകിട്ട് ഒരു 5 മണിയാവും ബദ്രുട്ടൻ്റെ ബസ് വരാൻ. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ട് വരുവാണ്. ബസ് താഴോട്ട് വരില്ല, കാരണം വന്നിട്ട് അങ്ങോട്ടൊന്നും അവിടെ നിന്നൊന്നും വേറെ കുട്ടികളില്ല സ്കൂളിൽ. അതുകൊണ്ട് ഇവന് മാത്രമായിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബസ് മുകളിൽ പോകണം. അങ്ങനെ പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ശംഖുപുഷ്പം പൂ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ വന്ന് അടുക്കളയിലാണ് നോക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്ന്. അങ്ങനെ വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്കൊരു സ്വഭാവമുണ്ട്. തോന്നുമ്പോൾ ഇയാൾക്ക് ഇന്ന് ഒരു ഉമ്മ തരുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ കുളിച്ചിട്ട് നിൽക്കുമ്പോൾ ചാടുവാണ് ഉമ്മ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാടി. അങ്ങനെ അവസാനം ഉമ്മയൊക്കെ തന്ന്. ഇന്ന് എന്തോ പറ്റിയെന്ന് അറിഞ്ഞില്ല. വന്ന ഉടനെ ഇയാൾ ബുക്കൊക്കെ എടുക്കുക. ഇയാൾക്ക് എന്തോ ഇഷ്ടപ്പെട്ട എന്തോ പഠിപ്പിച്ചെന്ന് തോന്നുന്നു, സ്റ്റോറിയോ എന്തോ. അതാ ഓടി വന്നിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ബദ്രുട്ടൻ ഹോംവർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ടി വി കാണാമെന്നും പറഞ്ഞിട്ടാണ് ആശാൻ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവന് വൈകിട്ട് വന്നിട്ട് ദോശ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദോശ പിച്ചി കൊടുക്കുവാണ്. അങ്ങനെ ദോശയും കഴിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പെൻസിൽ വെച്ച് വരച്ച് കേട്ടോ. അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ആശാൻ പോയി നോക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇരുന്ന് ഹോംവർക്കും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇയാൾ വന്ന ഉടനെ വന്ന് സ്പെഷ്യൽ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ നോക്കിയതല്ലേ. അതുകൊണ്ട് ഞാൻ കരുതി എന്തെങ്കിലും മുട്ട ബജി എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് മുട്ട ബജി ആക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ ഡാൻസ് ചെയ്യോ പാട്ട് പാടിയോ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാനിത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു. അങ്ങനെ ഞാൻ മുട്ട വെക്കുന്ന കണ്ടിട്ട് ബദ്രുട്ടനും മുട്ട വെക്കണം. അങ്ങനെ അവനും മുട്ട മേടിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച്. അങ്ങനെ മുട്ടയൊക്കെ വെന്തു. അതിനിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ഇനിയിപ്പോൾ കടലമാവ് വാങ്ങിയിട്ട് ഞാൻ എവിടെയോ കൊണ്ടുവച്ച്, അതാണ് ഈ തിരക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടുപിടിച്ചു. ബദ്രുട്ടിൻ്റെ ലഞ്ച് ബോക്സൊക്കെ കഴുകി വെക്കുവാണ്. മുട്ട അവിടെ നിന്ന് തണുക്കുന്ന നേരം കൊണ്ട് ഇതിനുള്ള മാവ് കലക്കി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കടലമാവ് എടുത്ത് പൊട്ടിച്ചിടുവാണ്. ബദ്രുട്ടിന് ഇങ്ങനെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾ അടുത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും ഇപ്പോൾ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ കടലമാവും കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു അതിനകത്ത്. അവിടെ ഒരു കുഞ്ഞൊരു സ്റ്റൂള് കിടപ്പുണ്ട്. അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മറ്റേ വിസ്ക് വെച്ച് ഇളക്കാനാണെന്നറിയാം, അതാണ് ഓടി വന്നത്. ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ചിട്ട് ഇളക്കുന്നത്. ഓടി വന്ന് അതെടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേർക്കും ഇതൊക്കെ ഒരു കൗതുകമായിരിക്കും. ഇങ്ങനെ വലിയവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴേ അവർക്കും ഒരു കൗതുകമാണ് ഇളക്കാനായിട്ട്. എൻ്റെ കൈ ഞാൻ കറക്കുമ്പോൾ അതിൻ്റെ കൂടെ വന്ന് പിടിക്കുക കറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴാണ് ഓർത്തത് മറ്റേ കായപ്പൊടി ഇല്ല ഇതിനകത്ത് ഇടാനേ. കായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് കായം കുറച്ച് കട്ടിക്കായം കട്ട് ചെയ്തിട്ട് വെള്ളത്തിയിട്ട് അലിയിച്ച് ഇതിലൊഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കട്ട് ചെയ്ത് വെള്ളത്തിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് അലിയുന്ന നേരത്തിന് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഉപ്പിടുന്ന കാര്യം മറന്നു പോകും. അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ കായം അലിയുന്ന സമയം കൊണ്ടിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി. അങ്ങനെ അമ്മ അവിടെ വിളക്ക് കത്തിച്ചിട്ട് നാമം ചൊല്ലുന്നുണ്ട്. സിറ്റൗട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത്. ബദ്രുട്ടിന് ഇവിടെ എന്താ ജോലി നോക്കാം. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ശംഖുപുഷ്പമില്ലേ, അത് എൻ്റെ ബക്കറ്റിൽ കിടന്ന് കറങ്ങുന്നു. അങ്ങനെ ബദ്രുട്ടിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, കാശ്മീരിയാണ്.
എരിവ് വേണ്ടാത്തത് കൊണ്ട് എരിവ് അധികം കഴിക്കത്തില്ല. അപ്പം കുറച്ച് മുളക് പൊടി ഇട്ടോളൂ. എന്നിട്ട് കായം കലക്കി വെച്ചിട്ടില്ലേ, ആ വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ മാവിടെ സെറ്റായി എടുത്തിട്ടുണ്ട്. ബദ്രുണ്ണ അതിങ്ങനെ നോക്കി ഇരിപ്പുണ്ട് കലക്കുന്നത്. ഇയാൾക്കും കലക്കണം കേട്ടോ, അതിന് കൈയിട്ടുകൊണ്ട് വരുന്നത്. അങ്ങനെ ഞാൻ പറയണം നമുക്ക് മുട്ട പൊളിക്കാമെന്ന് പറയാണ് അവൻ്റെ അടുത്ത്. മുട്ട പൊളിക്കാനൊക്കെ വരുന്നുണ്ട്. സന്തോഷമായി മുട്ട പൊളിക്കാമെന്ന് ചോദിച്ചപ്പം കറക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ അതെടുത്തതാണ്ടേ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബദ്രുട്ടിന് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ടയൊക്കെ അവൻ്റെ കൈ കൊടുത്ത് ഇളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കുമ്പോൾ ഈ പാടയുണ്ടല്ലോ, അത് കണ്ടിപ്പം എന്നോട് പറയാം അമ്മ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാനതൊക്കെ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ എല്ലാം പൊളിച്ച് എടുക്കുന്നുണ്ട്. അപ്പം അമ്മതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമോ ഇവിടെ എന്തോ പരിപാടിയെന്ന്. അമ്മയും മോനും കൂടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തുവാന്നൊക്കെ ചോദിക്കുകയാണ്, എന്ത് ഇവിടെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു മുട്ട ബജ്ജി ഉണ്ടാക്കുവാണെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് എരിവ് അധികം വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് മുട്ട എരിയുണ്ടോ, എരിയുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എരിയില്ല, ബദ്രു കഴിക്കുന്നതോ എരിയില്ല എന്ന് പറഞ്ഞു. കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ, എരിയൊന്നും ഇല്ലെന്ന് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇയാൾ ഒരു മുട്ട പൊളിച്ചപ്പോൾ ഇയാൾക്ക് ഇനിയും പൊളിക്കണം. അങ്ങനെ പിന്നെയും 2 മുട്ട ബദ്രു പൊളിച്ചു, 2 മുട്ട ഞാനും പൊളിച്ചു. അങ്ങനെ മുട്ടയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ദേ ഓയിലൊക്കെ ഒഴിച്ചു. അങ്ങനെ മുട്ട നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. അങ്ങനെയെല്ലാം ആദ്യമായിട്ടത് റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റി. പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് ശരിയാക്കി എടുത്തു. എല്ലാം പെട്ടെന്ന് റെഡിയാക്കി ബദ്രുട്ടിന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു. അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ചാമ്മയ്ക്കുള്ളത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനൊക്കെ, വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊണ്ട് കൊടുത്തു. അവന് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കഴിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ലോഗ് ഇത്രേ ഉള്ളൂ, എൻ്റെ വൈകിട്ടത്തെ പരിപാടി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.